നമുക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വസന്ത് സിറിയക്, ഇന്നിപ്പം പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്ര മുതൽ ഇങ്ങോട്ട് അദാനി വി.ഡി. സതീശൻ ഡീൽ വരെ ഉന്നയിച്ചിരുന്നു. അതിനെല്ലാം മറുപടി ആയോ? അല്ല അറിയാം, ഈ ഒരു സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ എന്ന്. അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ CPM-ന്. അവരോട് ചോദിച്ചാൽ മതി, ദേശാഭിമാനിയുടെ ജൂൺ 5-ന്റെയും കഴിഞ്ഞ ദിവസത്തെ തലേന്ന്, അതായത് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ ഉന്നയിക്കുന്നതിന്റെ അന്ന് രാവിലെ ഇറങ്ങിയ ദേശാഭിമാനി പത്രം പോലും MSc വരുന്നത് വലിയ കാര്യമാണെന്നും അതിന് പിന്നിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണമാണെന്നും എഴുതിയിരുന്നല്ലോ. പിന്നീടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ ഇത് ഉന്നയിക്കുമ്പോ അന്ന് പിണറായി വിജയന്റെ ടീമിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ വിശദീകരണത്തിൽ തൃപ്തനാണെന്നും അവിടെ ഒരു ഫെയർ കോമ്പറ്റീഷൻ, അതായത് ഹെൽത്തി കോമ്പറ്റീഷൻ അവൈലബിൾ ആക്കണം, ബാക്കിയുള്ള കമ്പനികൾക്കും കൂടെ ഈ പറയുന്ന പോർട്ട് അവൈലബിൾ ആക്കണം. നമ്മുടെ ആശങ്ക എന്താ? 3 ആശങ്ക. ഒന്ന്, MSc അവിടേക്ക് വരുമ്പോൾ MSc അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ MScയുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് മാത്രമായിരിക്കുമോ ഇത് ഓപ്പൺ ആക്കി കൊടുക്കുക? അവിടെ ഒരു ഫെയർ കോമ്പറ്റീഷന്റെ ഒരു അവസരം ഇല്ലാതെ ആയി പോകുമോ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നിയമവശം അവിടെ ഉണ്ട്. സർക്കാരിന്റെ പ്രയർ പെർമിഷൻ വാങ്ങണം, ആ പെർമിഷൻ വാങ്ങിയിട്ടില്ല. അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. അത് കഴിഞ്ഞ് ഇതൊരു വിവാദമായി, സർക്കാർ അതൃപ്തി അറിയിക്കുന്നു, അദാനി കത്ത് നൽകുന്നു. പക്ഷേ അപ്പോൾ ഇത് നിലനിൽക്കുമോ? സെബിക്ക് കത്തയച്ച ആ നടപടി മുതൽ അത് നിലനിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. സാങ്കേതികമായും നിയമപരമായും അത് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് നിലപാട് പറഞ്ഞിട്ടില്ല. അതൊരു എംപവർ കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. അവർ ഇതുകൂടി പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ആ എംപവർ കമ്മിറ്റിയിലുള്ളതെല്ലാം വി.ഡി. സതീശന്റെ നമുക്ക്, അതായത് മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറിയാണ്. എല്ലാം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. ഇത് ഒന്നെങ്കിൽ ഇവർക്കിത് ഇതിന്റെ ടെക്നിക്കൽ വശം അറിയാത്തതാണ്, ഇല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അറിയില്ല എന്ന് ഭാവിക്കുന്നത്. നോക്കൂ, ഈ ഷെയർ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഓണർഷിപ്പ് കൈമാറ്റം ഉണ്ടാകുമ്പോൾ ഒരു കമ്പനി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ആദ്യം ഒരു MOU സൈൻ ചെയ്യണം. അതായത് ഇത് മേടിക്കാനുള്ള ഒരാളെ കണ്ടെത്തണം. അയാളെ കണ്ടെത്തി കഴിഞ്ഞു. അതാണ് ഈ പോർട്ടൽ. ആരെയെ കണ്ടെത്തിയത്? MScയെ കണ്ടെത്തി. അവർ തമ്മിലൊരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ആ ധാരണാപത്രത്തെ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായി ഇതിലൊരു ക്ലോസ് ഉണ്ടാവും. ഇതിന്റെ ഗവൺമെന്റ് അപ്രൂവൽ ആരെടുത്ത് കൊടുത്തോളാം? സെല്ലർ എടുത്തു കൊടുത്തോളാം. അല്ലെങ്കിൽ ഈ MOU ക്യാൻസൽ ആവും. ഇതാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടം. അത് ചെയ്തു കഴിഞ്ഞു. രണ്ടാമത് അവർ ചെയ്യേണ്ടത് സെബി അറിയിക്കുക എന്നുള്ളതാണ്. അവർ സെബി അറിയിച്ചു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഇതിന്റെ പബ്ലിക് ഇന്റിമേഷൻ നടത്തുക എന്ന് പറയും. അതായത് പബ്ലിക്കിനെ അറിയിക്കുക. അതാണ് അതായിരിക്കും വളരെ കൃത്യമായി വാർത്ത ലീക്ക് ചെയ്തുകൊണ്ട് അവരെ ചെയ്തത്. അതും ചെയ്തു. മൂന്നാമത്തെ ഘട്ടത്തിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രയർ ഈ പറയുന്ന അപ്രൂവൽ മേടിക്കുക എന്നുള്ളത്. ആ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് അവരെത്തി. അവര് നമ്മളോട് റിക്വസ്റ്റ് മുമ്പോട്ട് വെച്ചു. ഇനി 4ാമത്തെ ഘട്ടമാണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകാൻ. ഒരു കാര്യം മനസ്സിലാക്കണം, നിയമപരമായി സ്റ്റേറ്റ് ഗവൺമെന്റിന് അക്നോളജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്രൂവൽ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല, അക്നോളജ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനെ അക്നോളജ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന 1ാമത്തെ ഘട്ടമാണ്. എനിക്ക് താങ്കൾ പറയുന്നത് മനസ്സിലായി. പ്രതിപക്ഷത്തിന് ഒരു ആരോപണം വരുമ്പോൾ എംപവർ കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എംപവർ കമ്മിറ്റിയിൽ ആരാണുള്ളത്? ചീഫ് സെക്രട്ടറി, തുറമുഖ വകുപ്പ് സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി. ഇവരെല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? ശ്രീ വസന്ത് സിറിയക്, അതിലെന്താ തെറ്റ്? അങ്ങനെയാണ് ഞാൻ വേറെ കാര്യം തിരിച്ചു വെക്കട്ടെ. ഈ കരിമണൽ ചർച്ചയിൽ നിന്ന് പൈസ വിടുന്നതിന് 1 മാസം മുമ്പാണ് ഈ മന്ത്രിയിൽ നിന്ന് പരിസ്ഥിതി വകുപ്പ് പിണറായി വിജയൻ ഏറ്റെടുത്തത്. നമ്മുടെ ശൈലജ ടീച്ചറിൽ നിന്ന് പരിസ്ഥിതി വകുപ്പ് ഏറ്റെടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ കരിമണൽ കർത്ത അദ്ദേഹത്തിന്റെ മോക്ക് പൈസ കൊടുക്കാൻ തുടങ്ങി. അന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഇത് തുടക്കം തൊട്ടേ വി.ഡി. സതീശന്റെ കയ്യിലാണല്ലോ ഈ വകുപ്പ്. അതിൽ വകുപ്പ് സെക്രട്ടറിമാർ വ്യത്യസ്തരാണ്, വകുപ്പ് മന്ത്രി ഒരാളാണ് എന്നുള്ളത് നമുക്ക് പരിഗണിക്കാം. നോക്കൂ, ഇവിടെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തെ ബലികഴിച്ചുകൊണ്ടൊരു തീരുമാനം വന്നില്ലല്ലോ. വരട്ടെ. അങ്ങനെ വന്ന ശേഷം ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമുള്ളൂ. ഞാൻ പെട്ടെന്ന് 10 സെക്കൻഡ് കാര്യം, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ബലികഴിക്കാൻ തയ്യാറല്ല. 1. 2, അവിടെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവൈലബിൾ ആക്കാൻ നമ്മൾ തയ്യാറാവും. 3, അനാവശ്യമായ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കി സംസ്ഥാനത്തിനുണ്ടാവേണ്ട ഗുണങ്ങൾ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ എതിർക്കുകയും ചെയ്യും. ശരി, വളരെയധികം നന്ദി ശ്രീ അനിൽകുമാർ. അതോടൊപ്പം തന്നെ ശ്രീ വസന്ത് സിറിയക് സംസാരിച്ചതിന്.